നമസ്കാരം. വെള്ളിയാഴ്ച ദിവസത്തിലേക്ക് നമ്മൾ കടന്നു. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. പൊതുവേ ട്രേഡേഴ്സ് വരുത്തുന്ന ഒരു പ്രശ്നം, ആ ആഴ്ചയിലെ എല്ലാ പ്രോഫിറ്റും അവസാന ദിവസം കൊണ്ടുപോയി കളയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം വളരെയധികം നമ്മൾ കോഷ്യസ് ആവണം. രണ്ട് കാര്യങ്ങളിൽ ഒന്ന്, നമ്മൾ ഈ ആഴ്ച ഉണ്ടാക്കിയ പ്രോഫിറ്റ് കളയാൻ ആയിട്ട് നമ്മൾ ഒരിക്കലും വെള്ളിയാഴ്ചേനെ സമ്മതിക്കരുത്. അതുമാത്രമല്ല, ഓവർനൈറ്റ് പൊസിഷൻസ് എല്ലാം തന്നെ അടുത്ത ആഴ്ചയിലേക്ക് നമ്മുടെ കയ്യിൽ പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അത് വളരെയധികം കോഷ്യസ് ആവാം. മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മളെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തതിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റുകളിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഡോ ഏകദേശം ഒരു 348 പോയിൻറ്റിൻ്റെ ഒരു റാലി ഉണ്ടാക്കി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ബിറ്റ്കോയിൻ 500 പോയിൻറ്റിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. 52,000 മുകളിൽ പോയതിന് ശേഷം MOX റഷ്യൻ മാർക്കറ്റ് ഗ്രീനിൽ അടച്ചു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും ഗ്രീനിൽ ക്ലോസ് ചെയ്തു. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ. അതിന് മുകളിലുള്ള ജപ്പാൻ മാർക്കറ്റ് വീണ്ടും ഫർദറായിട്ട് റാലി രേഖപ്പെടുത്താണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 1000 പോയിൻറ്റിന് മുകളിൽ റാലി രേഖപ്പെടുത്തിയ ജപ്പാൻ മാർക്കറ്റ് ഇന്നും 676 പോയിൻറ്റിൻ്റെ റാലിയോട് കൂടിയിട്ട് ഏഷ്യൻ മാർക്കറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട് ജപ്പാൻ മാർക്കറ്റ്. മറ്റുള്ള കൊറിയയും ചൈനയും ഓസ്ട്രേലിയയും എല്ലാം തന്നെ പോസിറ്റീവിൽ നിലകൊള്ളുന്നു. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ്. $2,000 പെർ ഔൺസ് എന്ന നിലയിലേക്ക് ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തിരികെ എത്തിയിട്ടുണ്ട്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ റിലയൻസും ഡോക്ടർ റെഡ്ഡിയും മാത്രം സ്ലൈറ്റ്ലി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അത് മാറ്റി നിർത്തിയാൽ മറ്റുള്ള HDFC 2.5% മുകളിൽ റാലി രേഖപ്പെടുത്തി. ICICIയും വിപ്രോയും ഇൻഫോസിസും ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. US പ്രധാന ടെക്നോളജി സെഗ്മെൻറ്റിലുള്ള കമ്പനീസ് ഏറ്റവും ടോപ്പിൽ കാണാം NVIDIA, ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാണ കമ്പനി. 1.68% സ്ലൈറ്റ്ലി ഒരു ഫോള്. ആമസോണും ഗൂഗിളും എല്ലാം തന്നെ റെഡിലടച്ചു. ഫേസ്ബുക്ക്, മെറ്റ ഗ്രീനിലടച്ചു. ഇന്നലെ ടെസ്ല 6% റാലി ഉണ്ടാക്കിയിട്ടുണ്ട് US മാർക്കറ്റിൽ. നെറ്റ്ഫ്ലിക്സും 2.5% റാലി ഉണ്ടാക്കി. മിക്സഡ് ആയിരുന്നു നാസ്ഡാക്ക്, എങ്കിലും ഗ്രീനിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റിൽ 21,900 നിഫ്റ്റിയുടെ സ്പോട്ടുള്ളത്. 21,900 പുട്ട് ഹയർ, ആ ഒരു ഗ്രീൻ ബാർ കാണാം. പുട്ട് ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. 21,900 മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. 21,700, 800 റേഞ്ചുകളും അറ്റ് ദ മണിയോട് അടുത്തുള്ള വളരെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ട്രൈക്കുകൾ പുട്ട് സൈഡിൽ വളരെയധികം നിഫ്റ്റിനെ സംബന്ധിച്ച് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. റെസിസ്റ്റൻസും 22,000 റേഞ്ചിൽ തന്നെയൊക്കെ റെസിസ്റ്റൻസും ഉണ്ട്. PCR 0.8 എന്ന നിലയിലാണ്. നിഫ്റ്റി യെസ്റ്റർഡേ ക്ലോസ് 22,000 റേഞ്ചിൽ നിന്നും ഇപ്പോൾ അതിന് ഏകദേശം ഒരു 50 പോയിൻ്റ് മുകളിലാണ് നിഫ്റ്റിയുടെ നിൽപ്പ്. FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ഇന്നലെ അവർ ഷോർട്ട് പൊസിഷനിലോ ലോങ് പൊസിഷനിലോ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. 64% ലോങ് ഷോർട്ട് പൊസിഷൻ, 36% ഷോർട്ട് പൊസിഷൻ ഉള്ളത്. ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് FISൻ്റെ ക്യാഷ് മാർക്കറ്റിലുള്ള അവരുടെ ആക്ടിവിറ്റീസ് പരിശോധിക്കാം. FIS 364 കോടി രൂപയ്ക്ക് ഇന്നലെയും അവർ സെല്ലിങ് ആണ് ഉണ്ടായിരുന്നത്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ DIS 2,276 കോടി രൂപയുടെ ബൈയിങ്ങിലേക്കാണ് DIS പോയിട്ടുള്ളത്. നമ്മുടെ മാർക്കറ്റിലേക്ക് വരാം. മാർക്കറ്റിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. വിൻഫോൾ ടാക്സ്, ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രൂഡ് ഓയിലിൻ്റെയും ഡീസലിൻ്റെയും എല്ലാം തന്നെ വിൻഫോൾ ടാക്സ് ഉയർത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. IPOയിലേക്ക് വരുമ്പോൾ എൻറ്ററോ ഹെൽത്ത് കെയർ സൊല്യൂഷൻ IPO ഇന്ന് BSEയിലും NSEയിലും ലിസ്റ്റ് ചെയ്യപ്പെടും. അവരുടെ ഇഷ്യൂ പ്രൈസ് ഉണ്ടായിരുന്നത് 1,258 രൂപയായിരുന്നു. റോക്സ് ഹൈടെക് കമ്പനി യൂറോ ഗ്രൂപ്പായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. NBCC അവരുടെ ഒരു 282 കോടി രൂപ വർത്ത് വരുന്നൊരു ഓർഡർ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ദിലീപ് ബിൽഡ്കോൺ കമ്പനിക്ക് 413 കോടി രൂപ വർത്ത് വരുന്ന ഒരു ഡാം കൺസ്ട്രക്ഷൻ്റെ ഒരു ഓർഡറാണ് ദിലീപ് ബിൽഡ്കോൺ കമ്പനിക്ക് കിട്ടിയിട്ടുള്ളത്. ടാറ്റ ഗ്രൂപ്പ് ഇവരുടെ ബാറ്ററി സെഗ്മെൻറ്റ് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാം
അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യും. ആ ഒരു സെപ്പറേറ്റ് ഒരു കമ്പനിയായിട്ട് ടാറ്റ ഗ്രൂപ്പ് കണക്കാക്കും, റിലയൻസ്, ജിയോ ഒക്കെ പോലെ എന്നുള്ള ന്യൂസ് ടാറ്റ ഗ്രൂപ്പിനുണ്ട്. ഷൈലി എഞ്ചിനീയറിംഗ് കമ്പനി ഇവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കമ്പനി ഉയർത്താനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. NTPC കമ്പനി രാജ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ 300 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള പുതിയ സോളാർ പവർ പ്രൊജക്റ്റ് ഇന്ന് അവർ ഇനാഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് അവർ ഉദ്ഘാടനം നടത്തും. ഫിനോടെക്സ് കെമിക്കൽ കമ്പനി ഇവർ 22 കോടി രൂപയിൽ നിന്ന് 32 കോടി രൂപയിലേക്കായിട്ട് ആദായം ഉയർത്തി. സ്റ്റെർലക് ടെക് കമ്പനി ഇവർ ക്ലിയർകോം ഗ്രൂപ്പിൻ്റെ 100% സ്റ്റേക്ക് അക്യൂർ ചെയ്തിട്ടുണ്ട്. സാഗിൽ പ്രീപെയ്ഡ് ഓഷ്യൻ കമ്പനി ഇവർ ക്വിസ് കോർപ്പറേഷനായിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ടാവും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മാത്രം ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്സ്റ്റോക്ക്, സറോദ അക്കൗണ്ടുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് എത്താം. എല്ലാവർക്കും ശുഭദിനം.